സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് പി.വി. അൻവർ എം.എൽ.എയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസാണ്. അറസ്റ്റിനെ തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട്. പി.വി. അൻവറിന്റെ അറസ്റ്റ് രാഷ്ട്രീയപരമായ പകപോക്കൽ എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ റിമാൻഡിലായ പി.വി. അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. പി.വി. അൻവറിന്റെ പ്രേരണയിലാണ് ആക്രമണമെന്നും പോലീസിനെ തള്ളി മാറ്റി നിലത്തിട്ട് ചവിട്ടിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നു, പിന്നീട് രാഷ്ട്രീയ വിവാദമായി മാറുന്നു. ഇത് പി.വി. അൻവറിന്റെ അറസ്റ്റ് ഒരു പകപോക്കലാണ്, രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് പ്രധാനമായും സർക്കാരിനെതിരെ ആക്ഷേപം ഉയർന്നിരിക്കുന്നതും. പോലീസ് സമർപ്പിച്ച പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? ഇന്നലെ രാത്രിയാണ് ഒതായിലെ വീട്ടിൽ നിന്നും പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തവനൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. തുടർന്ന് ഈ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ആണ് ലഭ്യമായത്. ഈ അക്രമങ്ങൾക്ക് നേതൃത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് പിന്തുണ നൽകിയത് പി.വി. അൻവറാണ്. അദ്ദേഹത്തിനൊപ്പമുള്ളവർ നിരന്തരം ക്രിമിനൽ കേസുകളിൽപ്പെട്ടിട്ടുണ്ട്. അൻവറും ക്രിമിനൽ കേസിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ ഒരു DFOയുടെ ഓഫീസ്, ഫോറസ്റ്റ് ഓഫീസ്, അതിൻ്റെ പൂട്ട് തച്ച് തകർത്ത് ഉള്ളിൽ കയറി ജനാല തകർത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ടുള്ളത്. അദ്ദേഹത്തെ മുൻപ് അദ്ദേഹം ഈ വയർലെസ് സന്ദേശങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിലും അത്തരത്തിൽ രഹസ്യ സന്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു എന്നതിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം എല്ലാ കേസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അൻവറിനെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട്. അതായത് അൻവർ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് സ്ഥാപിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായിട്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ 11 മണിക്ക് തന്നെ അഡ്വക്കേറ്റ് സഫറുള്ള, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സഫറുള്ള കോടതിക്ക് മുമ്പ് സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷയിൽ പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 വരെ, കോടതി പിരിയുന്നവരെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഇനി 3 മണിയോടെ ആയിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷമേ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങുകയുള്ളൂ. പക്ഷേ ജാമ്യം ഇന്ന് ലഭിക്കാതിരിക്കാൻ പോലീസ് നടപടിക്രമങ്ങൾ വൈകിക്കുന്നതായിട്ടുള്ള പരാതിയും പ്രതിഭാഗം ഭാഗത്തിൻ്റെ അഭിഭാഷകനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസ് അൻവറിനെതിരെ എടുത്ത കേസ് അത് പരമാവധി ശക്തമായിട്ട് തന്നെ കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഒരുപക്ഷെ ഇനി കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുമോ എന്ന് പോലും അറിയില്ല. കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടാൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന തരത്തിൽ ഈ കോടതി പോകും. എന്താണെങ്കിലും കോടതിയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സാധാരണഗതിയിൽ ഈ പ്രതിഷേധ പ്രകടനങ്ങളും ചെറിയ ഈ കയ്യേറ്റങ്ങളൊക്കെ നമ്മൾ പലയിടത്തും പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും ഈ പ്രകടനങ്ങൾക്ക് ഉദ്ഘാടനം നടത്തുന്ന അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്ന ജനപ്രതിനിധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന, അത് രാത്രി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം കണ്ടിട്ടില്ല. അവിടെയാണ് അൻവറിനെതിരെയുള്ള ഈ പോലീസിൻ്റെ നീക്കം പകപോക്കലാണോ എന്ന ചോദ്യം ഉയരുന്നത്. രാത്രി വീട് വളഞ്ഞ് ഒരു വലിയ കുറ്റവാളിയെ പിടികൂടാൻ പോകുന്ന പോലെ വലിയ ബറ്റാലിയൻ പോലീസ്, രണ്ട് പോലീസ് ബസ്സുകളും അതേപോലെ തന്നെ ജീപ്പും വിവിധ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങി ഒരു തീവ്രവാദിയെ പിടിക്കാൻ പോകുന്ന തരത്തിലേക്കാണ് അൻവറിനെ പിടിച്ചതെന്നാണ് UDF-ലെ തന്നെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു പക വെച്ച് എന്തിന് പെരുമാറേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതുപോലെ തീർച്ചയായും അങ്ങനെ UDF പി.വി. അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട്. പി.വി. അൻവറിന്റെ അറസ്റ്റിനെ വിമർശിച്ചാണ് UDF നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ അറസ്റ്റിനെ CPM നേതാക്കൾ ന്യായീകരിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത്. അത് തെറ്റാണ്. ഇന്നലെ വരെ ഭരണകക്ഷിയായിരുന്ന ഒരു MLA ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. കേരള ഹിറ്റ്ലറായിട്ട് പിണറായി മാറുക. ആ ഹിറ്റ്ലറായി മാറിയ പിണറായിയുടെ ഭരണത്തിൻ്റെ അന്ത്യനാളുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അർദ്ധരാത്രി വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുക, ഒരു ഭീകരവാദിയെ പോലെ. ഒരു ജനപ്രതിനിധിയോട് ഒരു ജനകീയ പ്രശ്നത്തിൽ അയാൾ സമരം ചെയ്യുമ്പോൾ സമര രീതി വേറെ കാര്യം.
പക്ഷേ ഇതിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമാണ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ശരിയാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഇപ്പോൾ ഒരു വിഷയമല്ല. അല്ലാതെ ഞാൻ ഇതിന്റെ ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് എനിക്കറിയുന്നത്. നിയമത്തിന്റെ വഴിക്ക് ഒരു ജനകീയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വനം വകുപ്പിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായതിന്റെ പേരിൽ ഒരു നിയമസഭാംഗത്തെ ഭീകരവാദിയെ വളഞ്ഞുകൂടി പിടിക്കുന്നത് പോലെ വീട് വളഞ്ഞ് രാത്രിയിൽ പിടിച്ച് ജയിലിലടക്കുക എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് കേരളം കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് പിണറായി വിജയനെയും CPM-നെയും ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 100-ലധികം പോലീസുകാർ രാത്രി വീട്ടിൽ വന്ന് വീട് വളഞ്ഞ് ഒരു വലിയ കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഉള്ള ഒരു സമാനമായ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു MLA അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഗവൺമെന്റിനെ എതിർക്കുന്ന ആരായാലും ശരി, അവരെ ഏത് രീതിയിലായാലും കള്ളക്കേസ് ഉണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അവരെ അഭിപ്രായങ്ങൾ അടിച്ചൊതുക്കാവുന്ന ഒരു രാഷ്ട്രീയം അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. UDF നേതാക്കൾ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നു. എന്നാൽ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ് CPM നേതാക്കൾ. PV അൻവറിന്റെ അറസ്റ്റ് അത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് പ്രധാനമായും ആക്ഷേപമുയരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് തന്നെ വിശദമായി പരിശോധിക്കണം. അത് രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണോ? കാരണം ഇതിനു മുൻപ് CPM-ന്റെ ചില നേതാക്കൾ LDF കൺവീനർ അടക്കം പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ്. എന്നാൽ ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്ന ജനപ്രതിനിധി CPM-ന്റെ ജനപ്രതിനിധി മുകേഷ് MLA-ക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതുപോലെ ഒരു നാടകീയമായ അറസ്റ്റ് ഉണ്ടായോ? നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതുപോലുള്ള അറസ്റ്റ് നിയമപരമായ നടപടി പോലീസ് സ്വീകരിച്ചോ? നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ റിമാൻഡിലായ PV അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. നിലമ്പൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. PV അൻവറിന്റെ പ്രേരണയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വീണ്ടും CV അനുമോദിലേക്ക്. അനുമോദ്, നമുക്കറിയാം ഈ സമീപകാലത്ത് രണ്ട് ജനപ്രതിനിധികൾ, CPM-ന്റെ രണ്ട് ജനപ്രതിനിധികൾ, ഒന്ന് മുകേഷ് MLA ഒരു ബലാത്സംഗ കേസ് ചുമത്തുന്നു. പക്ഷെ പോലീസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പോകാനുള്ള സാവകാശം വരെയും നൽകുന്നു, അതും ആഴ്ചകളോളം. നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട്, കേരളത്തിലേറെ രാഷ്ട്രീയ ചർച്ചയായ നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ കണ്ണൂരിലെ പ്രമുഖ നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യയെ എങ്ങനെയാണ് പാർട്ടിയും സർക്കാരും പോലീസും സംരക്ഷിച്ചതെന്ന് നമുക്കറിയാം. അവിടെ ഒരു വശത്ത് ഒരു നീതി, അതായത് CPM നേതാക്കൾക്കൊരു നീതി, CPM വിരുദ്ധർക്ക് മറ്റൊരു നീതി. അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് അനുമോദ്? ടോം, ബലാത്സംഗ കുറ്റം, അതുപോലെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ഗ്രേവ് ഒഫൻസ്, ആ ഒഫൻസുകൾ ആരോപിക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ആവശ്യത്തിലേറെ സമയം, അവരുടെ നീതി ലഭിക്കുവാൻ ആവശ്യമായ സമയം, മുൻകൂർ ജാമ്യമെങ്കിൽ മുൻകൂർ ജാമ്യം, കോടതിയുടെ പരിഗണന, ഇതെല്ലാം ലഭിക്കുവാനുള്ള സമയം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നൽകി എന്നുള്ളത് ടോം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. എന്നാൽ അൻവറിൻ്റെ വിഷയം വരുമ്പോൾ ഒരു നേതാവ്, ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒപ്പം ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്വതന്ത്ര MLA, ആ MLA നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനം, അതും ഒരു ജനകീയ വിഷയത്തിൻ്റെ മേൽ നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനത്തിലാണ് രായ്ക്ക് രാമാനം ഒരു 24 മണിക്കൂർ പോലും സമയം തികയും മുമ്പ്, അർദ്ധരാത്രി എന്ന് പറയാം, അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇത്ര തിടുക്കം കൂട്ടേണ്ടത് എന്ന ചോദ്യമാണ് വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒന്ന് അൻവറിനോടുള്ള പോലീസിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ തീർത്താൽ തീരാത്ത വൈരാഗ്യം, പക. രണ്ട്, അൻവർ ഉന്നയിച്ച വിഷയം, അത് വന്യജീവി വനം ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. അതോട് തുടർന്ന് വരുന്ന കാട്ടാന ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള സംഭവങ്ങളാണ്. നാളെ ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി സമാനമായ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അൻവർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൻ്റെ പോലെ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇനിയും പലയിടത്തും ഉണ്ടായേക്കാം.
അപ്പോൾ അത് തടയുക. അപ്പോൾ അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ MLA ആണെങ്കിൽ പോലും ഞങ്ങൾ ഇത്രയും കടുത്ത നടപടിയെടുത്ത് ജയിലിലടയ്ക്കും എന്ന ഒരു സന്ദേശം നൽകുക. അതിനുള്ള ഒരു അത്തരം ഒരു ലക്ഷ്യം കൂടി അൻവറിനെതിരായ ഈ നടപടിക്ക്, ഈ പോലീസിനും ഭരണപക്ഷത്തിനും അൻവറിനോടുള്ള വിരോധത്തിന് അപ്പുറത്ത് ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വനംവകുപ്പിനെ സംബന്ധിച്ച് ആ വിഷയങ്ങൾ ജനകീയമായിട്ടൊരു വലിയ പ്രതിഷേധമായിട്ട് ഉയരുകയാണെങ്കിൽ അത് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ മലയോര മേഖലകളിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ അൻവറിൻ്റെ തിടുക്കത്തിലുള്ള അറസ്റ്റിന് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. എന്തു തന്നെയാണെങ്കിലും അൻവറിനെതിരായി പോലീസിൻ്റെ തിടുക്കത്തിലുള്ള നടപടി അത് ഒരു തരത്തിൽ അൻവറിൻ്റെ ഗുണം തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ജനകീയ യാത്ര അത് അദ്ദേഹം വിചാരിച്ച പോലെയൊന്നും നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. UDF നേതാക്കളെ ഉദ്ഘാടനത്തിനും അതിൻ്റെ പല ചടങ്ങുകളും ക്ഷണിച്ചെങ്കിലും ആരും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതോടെ യാത്രയുടെ രാഷ്ട്രീയ പ്രാധാന്യം നഷ്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം നടത്തുന്ന യാത്ര അത് അപ്രസക്തമായി പോകുന്ന സാഹചര്യത്തിലാണ് ദൗർഭാഗ്യവശാൽ നിലമ്പൂർ ഉൾക്കാട്ടിനുള്ളിൽ ഈ ഒരു മണി എന്ന ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും തുടർന്ന് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രാധാന്യം അത് പോലീസിൻ്റെ ഇടപെടൽ അത് രാഷ്ട്രീയമായിട്ട് ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. PV അൻവറിനെ ഇതുവരെ പിന്തുണയ്ക്കാത്തവർക്ക് പോലും പിന്തുണയ്ക്കേണ്ട സാഹചര്യം, ഇതുവരെ അദ്ദേഹത്തെ എതിർത്തുന്നവർ പോലും ആ എതിർപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യം, അങ്ങനെ പ്രതിസന്ധികളിൽ ഈ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അൻവറിന് വീണ് കിട്ടിയ ഒരു ആയുധമായിട്ട് ഈ ഒരു അറസ്റ്റും മറ്റ് നടപടികളും മാറുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പോലീസിൻ്റെ തിടുക്കപ്പെട്ടുള്ള ഈ നടപടി അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം കുരുക്ക് നൽകുന്നതാകും, തിരിച്ചടി നൽകുന്നതാകും ഇനിയുള്ള ദിവസങ്ങളിൽ നിന്നും കണ്ടറിയേണ്ടി വരും. കാരണം ഇടതുപക്ഷം എഴുതിത്തള്ളിയ ഒന്നും ഇടതുപക്ഷത്തിന് ഭീഷണിയാകില്ല എന്ന് വിചാരിച്ച ഇടതുപക്ഷത്തിൻ്റെ തന്നെ മുൻ MLA ആയ ഇപ്പോഴും സ്വതന്ത്ര MLA നിലനിൽക്കുന്ന PV അൻവർ ഇടതുപക്ഷത്തിനെതിരെ മൂർച്ചയുള്ള ഒരു ആയുധമായിട്ട് ഇനി മാറും പ്രതിപക്ഷത്തിൻ്റെ കൈകളിൽ എന്നതാണ് വസ്തുത. അതിന് വഴിയൊരുക്കിയത്, അരങ്ങൊരുക്കിയത് ഈ പോലീസിൻ്റെ തിടുക്കത്തിലുള്ള ഈ നടപടി തന്നെയാണെന്നും പറയേണ്ടി വരും. ടോം. വ്യക്തമാണ്. മലപ്പുറത്തുനിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.